ചട്ടിയിൽ വെക്കുന്ന ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ. അത് വെച്ച് നോക്കി കഴിച്ചവർക്കറിയാമല്ലേ. ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ടിപ്സുകളൊക്കെ പറയുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെയും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചേർക്കാം. ഞാൻ 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കന് വേണ്ടിയുള്ള സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. ചുവന്നുള്ളി ചേർത്തിട്ടില്ല. ഉരിച്ചെടുക്കാനുള്ള മടി കാരണമാണ് കേട്ടോ ചുവന്നുള്ളി എടുക്കാനത്. താല്പര്യമുള്ളവർ 1 കൈപ്പിടി അളവിൽ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർക്കുന്നത് ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് കേട്ടോ. ഏത് കറിക്കായാലും ചുവന്നുള്ളി കുറച്ച് കൂടുതലിടുമ്പം ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ല ബ്രൗൺ നിറത്തിൽ വഴറ്റിയെടുക്കാം. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ആദ്യം ഗരം മസാല വേണം ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ മാത്രം മറ്റ് പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ 3 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടണം. എന്നാൽ കറിക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ജസ്റ്റ് പച്ചമണം മാത്രം മാറിയാൽ കറിക്ക് ആ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പഴുത്ത വലിയ 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴുത്ത തക്കാളി അങ്ങ് ചേർക്കാൻ നോക്കണം. അപ്പോൾ കറി നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ. നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തക്കാളി ആഡ് ചെയ്താലുണ്ടല്ലോ പൊടികൾ നന്നായിട്ട് മൂക്കത്തില്ല, കറിക്ക് ടേസ്റ്റും കിട്ടത്തില്ല. അപ്പോൾ ചിലവരൊക്കെ ചെയ്യുന്ന കാണാം സവാളയും തക്കാളിയും ഒന്നിച്ചിട്ട് വഴറ്റുന്നത്. പക്ഷേ പൊടികൾ അതിനകത്ത് ചേർക്കരുത്. വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ പൊടികളെല്ലാം ചൂടാക്കിയതിന് ശേഷം മാത്രമേ സവാളയിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ പൊടികൾ. എന്നാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇപ്പോൾ മസാലയെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടപ്പോൾ തന്നെ സ്റ്റോറേജ് ഫുള്ളായിപ്പോൾ കേട്ടോ. അതുകൊണ്ട് ചിക്കൻ ഇടുന്നത് അതിനകത്ത് വീഡിയോയിൽ വന്നില്ല. അപ്പോൾ ചിക്കൻ ഇടുന്ന സമയത്ത് തന്നെ സ്റ്റോറേജ് ഫുള്ളായിപ്പോൾ ഞാനത് അറിഞ്ഞില്ല. അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തു. ഞാൻ ആവശ്യത്തിന് വെള്ളം 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. കാരണം ഈ സമയത്ത് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചാലുണ്ടല്ലോ മസാലയൊന്നും ചിക്കനിലേക്ക് പിടിക്കത്തില്ല. ഉപ്പും മുളകും ഒന്നും ചിക്കനിലേക്ക് പിടിക്കത്തില്ല. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മസാലയുടെ ടേസ്റ്റ് മാറും, ഉപ്പും എരിവും എല്ലാം മാറിപ്പോവും. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്നും മാറത്തില്ല കേട്ടോ. ചിക്കൻ ഇപ്പം പകുതി വേവേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നല്ലൊരു ടിപ്പാണ്. ഈ കറിക്കകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് ആരും മറന്നു പോകരുത്. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും താളിച്ചൊഴിക്കണം. അതിന് വേണ്ടി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ താളിച്ചൊഴിക്കുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് നമ്മുടെ കറിക്ക് ഒരു നാടൻ ടേസ്റ്റ് നൽകുന്നത്. ഇനി കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ താങ്ക് യു.